ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ സ്ക്വിഡിൻ്റെ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്റ്റീംഡ് റൈസ് സ്റ്റഫ്ഡ് സ്ക്വിഡ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8ഓളം സ്ക്വിഡ് നന്നായി ക്ലീൻ ആക്കിയിട്ട് ഹെഡ് ഭാഗം സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൽക്ക് സ്റ്റഫ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 5-8 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, കറിവേപ്പില ഒരു 2 തണ്ട്, പിന്നെ പച്ചമുളക് 3-4 എണ്ണം, പിന്നെ തക്കാളി ഇവിടെ ചെറുതാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, പിന്നെ ഒരു 2 ടീസ്പൂണ് കോക്കനട്ട് ചിരകിയത്, 2 ടീസ്പൂണ് വേവിച്ച ചോറ്, 1/4 ടീസ്പൂണ് ജീരകം. അപ്പോൾ നമുക്ക് സ്റ്റഫ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടായപ്പോൾ അതിൽക്ക് 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ തക്കാളി. അപ്പോൾ ചെറിയ ഉള്ളിയും തക്കാളിയും നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് പിന്നീട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ അത് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽക്ക് വേണ്ട ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഉപ്പ് ഞാനൊരളവ് പറയുന്നില്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് ഇത് നന്നായി വഴന്ന് വരുന്ന സമയത്ത് ഇതിൽക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി എണ്ണ തെളിയുന്ന സമയത്ത് നമ്മൾക്ക് ഇതിൽക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽക്ക് വളരെ കുറച്ച് തന്നെ മസാലപ്പൊടികൾ മതി, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ കുറച്ച് തന്നെ ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അപ്പോൾ മസാലപ്പൊടികൾ കൂടുതലായാൽ എരിവ് കൂടും. അപ്പോൾ ഇതിൽക്കൊരു 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മൂപ്പിക്കുക. അധികം കരിയൊന്നും വേണ്ട, വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു പച്ചമണം മാറിയാൽ മതി. എന്നിട്ട് ഇതിൽക്ക് നമ്മൾ കോക്കനട്ട് ചിരകിയതും ചോറ് വേവിച്ചതും ജീരകവും കൂടിയിട്ട് ഒരുമിച്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറിയിട്ട് വേണം നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്ക്വിഡും എടുത്തിട്ട് അതിൽ നിറച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അത് ചൂടാറിയിട്ടുണ്ട്, മസാല കൂട്ടി ചൂടാറി. അപ്പോൾ ഞാനിപ്പോൾ ഓരോ സ്ക്വിഡും എടുത്തിട്ട് അതിൽക്ക് ഞാനിപ്പോൾ ഇവിടെ നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ക്ഷമയോടെ നിന്നിട്ട് വേണം നിറയ്ക്കാനായിട്ട്, കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിൻ്റെ ഉള്ളിൽ എളുപ്പത്തിൽ നിറച്ച് കിട്ടില്ല. കുറച്ചീശായിട്ട് നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ചെറിയ സ്പൂണ് എടുത്തിട്ട് നമ്മൾ കുറച്ചീശായിട്ട് നിറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് സ്പൂണിൻ്റെ മറ്റേ സൈഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി പൊക്കോളും. അല്ലെങ്കിൽ ഒരു ചെറിയ സ്ട്രോ എടുത്തിട്ട് അങ്ങനെ നമ്മൾ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ സ്ക്വിഡിലും ഇങ്ങനെ നിറച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് സ്റ്റീം ചെയ്തെടുക്കാമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്റ്റീമറിൽ വെക്കുന്ന സമയത്ത് ഈ നിറച്ച ഇൻഗ്രീഡിയൻസൊക്കെ പുറത്ത് പോകാതിരിക്കണമെങ്കിൽ നമ്മളൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അറ്റത്ത് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് കുത്തി കൊടുക്കണം. അത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പോലെ 3-4 ഭാഗത്ത് കൂടെ ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി എടുക്കണം. അത് ഒരു ഭാഗത്ത് മാത്രമായിട്ട് കുത്തി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിത് വീഡിയോയുടെ അവസാനം കാണിക്കും, അതെങ്ങനെയാണെന്ന് കാണിക്കും. ഇത് നിറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ ഈസി എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. എന്തായാലും സ്റ്റീം ചെയ്യുന്ന സമയത്ത് പുറത്ത് പോകാത്ത രീതിയിൽ വേണം ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി വെക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ തലഭാഗം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതും നമ്മൾ സ്റ്റീമറിൽ ഇതിൻ്റെ കൂടെ വെക്കും. അപ്പോൾ അത് നമ്മൾക്ക് ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓരോന്നോരോന്നായിട്ട് നിറച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ നിറച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ടൂത്ത് പിക്ക് കൊണ്ട് എങ്ങനെയാണ് ഇത് കുത്തണമെന്നുള്ളത്. അപ്പോൾ ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതേപോലെ 2-3 സൈഡിൽ കൂടി ആയിട്ട് ടൂത്ത് പിക്ക് കയറ്റുക. അപ്പോൾ ഇത് ഒരിക്കലും സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റഫ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും പുറത്തേക്ക് ചാടിപ്പോരില്ല. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ എല്ലാതും ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് കുറച്ച് മസാലപ്പൊടികളൊന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് വിനെഗറും കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു 4-5 പച്ചമുളക് അരിഞ്ഞത് ആഡ് ചെയ്തു. അപ്പോൾ വിനെഗർ ഇതൊരു മുങ്ങിക്കെടുക്കാനുള്ള പാകത്തിനുള്ള വിനെഗർ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 3 ടീസ്പൂണോളം വിനെഗർ ഇവിടെ ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ ഞാനിത് അളന്നൊഴിച്ചിട്ടില്ല. ഒരു ഏകദേശം ഇത് മുങ്ങണ വിധത്തിൽ ഒഴിച്ചു കൊടുത്തേക്കാണ് കുറച്ച്. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ മസാലകളൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ഇതിനൊരു പുളിയും ഉപ്പ് രസവും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് ചുരുങ്ങിയത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. 2 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ട് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഞാനിത് ആവി കയറ്റി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്ന വിനെഗറും പച്ചമുളകൊക്കെ ഇതിൻ്റെ മേലെ കൂടെ തന്നെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഇതൊരു 3/4 വേവായി വരുന്ന സമയത്ത് ഞാനിതൊന്ന് തുറന്ന് നോക്കി. ആ സമയത്ത് ഇതിങ്ങനെ കളർ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചുരുങ്ങിയത് ഒരു 25 മിനിറ്റെങ്കിലും കഴിഞ്ഞാലേ ഇത് ശരിക്കും വെന്ത് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.